തന്നെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു മാസ് കാഷ്വാലിറ്റിയിൽ പിന്നെ ഒരു ബസ് അപകടം, മലപ്പുറം ജില്ലയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു ബസ് അപകടത്തിൽ, പൂക്കിപ്പറമ്പ് ബസ് അപകടത്തിൽ ആളുകൾ തിരിച്ചറിയാൻ വളരെ പ്രയാസപ്പെട്ടപ്പോൾ ചില ഡെഡ് ബോഡിയുടെ ആമാശയത്തിൽ കിട്ടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പരിശോധിച്ചിട്ടൊക്കെയാണ് അത് ഇത്ര മണിക്ക് അത് ഇന്ന ആളായിരിക്കണം എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ഓർക്കുന്നുണ്ടോ മാം? അന്നത്തെ സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നിന്നും മറ്റുള്ള ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിന് സാധാരണയിൽ കവിഞ്ഞ ഹൈറ്റ് ഉണ്ടായിരുന്നു. അതേസമയം ഗുരുവായൂരപ്പൻ്റെ പെൻഡൻ്റുള്ള ഒരു മാലയാണ് അദ്ദേഹം അണിഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു മുസ്ലിം സ്റ്റുഡൻ്റ് ആയിരുന്നു. ഗുരുവായൂരെ കലാകാരന്മാരെ കോളേജ് യൂണിയൻ ഇനോഗ്രേഷന് ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അദ്ദേഹം ബിരിയാണിയാണ് കഴിച്ചിരുന്നത്. കഴിച്ച സമയത്തിൻ്റെത് വെച്ചിട്ടും നേച്ചർ ഫുഡ് വെച്ചിട്ടും അദ്ദേഹത്തിന് വേഗം സുഹൃത്തുക്കൾക്ക് വിവരം തരാൻ കഴിഞ്ഞു. ഇതൊരു കൺഫ്യൂഷൻ ആണെങ്കിലും ഇത് സെറ്റിൽ ചെയ്ത് അവർ അദ്ദേഹത്തിന് ഉപഹാരമായിട്ട് കൊടുത്തതായിരുന്നു മാല. ചെറിയ കൺഫ്യൂഷൻ അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് പേഴ്സണൽ ബിലോങ്ങിങ്സ് വെച്ചിട്ട് മാത്രം ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലുള്ള ഒരു മിസ്റ്റേക്കിൻ്റെ ഒരു സൂചനയും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് മെൻഷൻ ചെയ്തത്. ഈ ആത്മഹത്യയിലാണെങ്കിലോ അല്ലെങ്കിൽ പിറകിൽ നിന്ന് വരിഞ്ഞ് മുറുക്കി കൊല്ലുന്നതിലാണെങ്കിലോ ഉള്ള മുറിവുകളുടെ പാടിനെ കുറിച്ച് വ്യത്യാസമുണ്ട്. പൂർണ്ണമായും സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബോഡിയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്ത ഒരാൾ മാത്രമേ അതിന് ചേർന്ന രീതിയിലുള്ള ഒരു ലിഗേച്ചർ തിരഞ്ഞെടുത്ത് റൂം പൂട്ടി കുറിപ്പുകൾ എഴുതി വെച്ച് അതിന് ചേർന്ന ഒരു സ്ഥലത്ത് കയറി ആ തീരുമാനം നടപ്പാക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു, ഒരുപാട് എഫർട്ട് ഇടുന്നു. അപ്പോൾ ഇതിൽ കൂടി തന്നെ ഒരുപക്ഷെ സമൂഹത്തിൽ മിക്കവർക്കും ഇത് വ്യക്തതയുണ്ട്, ഇവർ ചെയ്യുന്നത് ആത്മഹത്യയാണ്. അതേസമയം ഞാൻ പറഞ്ഞത് ഈ അപക്വമായിട്ടുള്ള തീരുമാനം, ഒരു വാതിൽ തുറന്നു കിടക്കുന്നു, ഒരു വാതിൽ മാത്രം അടയ്ക്കുന്നു, കുറിപ്പുകളൊന്നുമില്ല, വളരെ എഡ്യൂക്കേറ്റഡ്, മറ്റ് കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ഒരാൾ വളരെ അപക്വമായിട്ട് പെരുമാറിയെന്ന് പറയുമ്പം അവരുടെ മാനസിക സംഘർഷത്തിൻ്റെ കാരണം അവരുടെ ഉള്ളിൽ നിന്ന് സ്വയം വന്നതാണോ മറ്റ് ബാഹ്യശക്തികളാണോ അതിന് കാരണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് പോലീസ് അന്വേഷണത്തിൽ കൂടിയേ പറ്റുള്ളൂ. അതിന് മുന്നാലെ അതിനെ ആത്മഹത്യ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇതിൽ മാർക്ക് വ്യത്യാസം ഉണ്ടാവും. ഫുൾ സസ്പെൻഡഡ് ഹാങ്ങിങ്ങിൽ പ്രാക്ടിക്കലി മുഖം വളരെ വിളർത്താണ് കാണപ്പെടുക. ലിഗേച്ചർ മാർക്ക് കഴുത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ്. വളരെ വ്യക്തതയോടെ ഇത് കാണാം. കാരണം കുറച്ച് സമയമാണെങ്കിലും ഇവർ വളരെ ഫുൾ ബോഡി, ഒരു 45-50 കിലോ തൂങ്ങി നിന്നതിൻ്റെ പാട് കൃത്യതയോടെ കാണും. അതേസമയം ഈ മറ്റേ തരം മരണത്തിൽ ഒരുപക്ഷെ അവർ തന്നെ ചെയ്തതായിരിക്കാം, പക്ഷേ മാർക്ക് കാണത്തില്ല, അല്ലെങ്കിൽ മാർക്ക് വളരെ ലോ സെറ്റായിരിക്കും. ഈ സോഫ്റ്റ് ലിഗേച്ചറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അഴിച്ചെടുത്ത മാർക്കേ കാണത്തില്ല. മുഖം കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തുന്നവരുടെ മുഖം പോലെ കരിനീലിച്ച് കാണും. മാഡം പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു, കഴുത്ത് മുറിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു തൂങ്ങി മരണം പോലും ഉണ്ടായത് മാഡം കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട്. അത് ഒന്നല്ല, ഒരു നമ്പർ ഓഫ് കേസസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ശിരസ് അറ്റുപോയിട്ടുണ്ട്. അതിലൊരു കേസ് ഞാൻ ഓർക്കുന്നു, ഒരു 3 സെൻറ്റിൽ താമസിക്കുന്ന ഒരമ്മയും 2-3 കൊച്ചു കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു കുടുംബത്തിൽ രാവിലെ അവർ വെള്ളം കോരുമ്പം ഒരു ബക്കറ്റ് ബ്ലഡാണ് കിട്ടുന്നത്. അതേ തുടർന്ന് ആൾക്കാരുടെ സഹായത്തോടു കൂടി കിണർ നോക്കുന്ന സമയത്ത് കിണറ്റിൽ ശിരസ് വേർപെട്ട ഒരു ജഡമാണ്. പക്ഷേ അവിടെയുള്ള ആർക്കും അയാളെ പരിചയമുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് മനസ്സിലായത് അയാൾ വളരെ ദൂരെയുള്ള ഒരു മനോരോഗിയാണ്. അയാൾ എന്തിനതിലേ വന്നു അങ്ങനെയൊന്നുമില്ല, അയാൾ അതിലേ വന്നു. അപ്പോൾ അയാൾ കാഷ്വലി ഒരു കിണറിൽ കയറ് കണ്ടു, അയാൾ തൂങ്ങി മരിച്ചു. ഒരു പാപ്പാൻ്റെ കാര്യം മാഡം എഴുതിയിരിക്കുന്ന ഞാൻ വായിച്ചു, ഒരു ആനപ്പാപ്പാൻ്റെ. അതെൻ്റെ സ്റ്റുഡൻറ്റ് ഡേയ്സിലുള്ള PG സ്റ്റുഡൻ്റായിട്ട് പഠിക്കുമ്പം എൻ്റെ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രൻ സാറിൻ്റെ കൂടെ നമ്മൾ പോയ ഒരു കേസാണ്. പുലി തിന്ന് പോയ. അതെങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? അത് ആന്തരിക അവയവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജഡം കഴുത്തിൽ ലിഗേച്ചർ കെട്ടിയിട്ടുണ്ടെങ്കിലും അത് സസ്പെൻഷൻ്റെ മാർക്കൊന്നും ആയിരുന്നില്ല. വെറുതെ ക്രോസായിട്ട് ഒരു മഞ്ഞ സാരിയുടെ കഷ്ണം. പക്ഷെ വളരെ ഉയരത്തിലാണ് സാരിയുടെ ബാക്കി ഭാഗം തൂങ്ങി നിന്ന് ആടുന്നത് ഞങ്ങൾ കണ്ടു. പക്ഷെ ആർക്കും ആ മരത്തിൽ കയറാൻ കഴിഞ്ഞില്ല. ക്രിമിനൽ പലപ്പോഴും അത് ആത്മഹത്യയാക്കിയോ അപകട മരണമായിട്ടോ മരണം അവതരിപ്പിക്കുക, അത് സ്റ്റേജിങ് എന്നാണ് പറയുക. അത് നമ്മൾ ഓരോ ഓട്ടോപ്സി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലുണ്ട് ഇത് സ്റ്റേജിങ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം മരത്തിൽ തൂങ്ങി പൊട്ടി വീണതാണെന്നാണ് അവതരിപ്പിച്ചത്. പക്ഷെ ഈ സ്ത്രീക്ക് പോയിട്ട് അവിടെ തേനെടുക്കുന്ന
കാട്ടുവാസികൾക്ക് പോലും ആ മരത്തിൻ്റെ മുകളിൽ കയറാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇങ്ങനെ ഹൈറ്റിൽ കയറുന്ന ഒരു കൂട്ടർ ആനയ്ക്ക് ഓല എടുക്കുന്നവരാണെന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് അവരുടെ ഇടയിൽ അന്വേഷണം നടത്തുന്നത്. അത് വളരെ രസകരമായൊരു കാര്യം അന്ന് ഡോക്ടർ ചന്ദ്രൻ സാർ പറഞ്ഞതായി മാഡം പറയുന്നത്, കടുവക്ക് അല്ലേ ഫോറൻസിക് ജ്ഞാനം ഉള്ളതായിരുന്നുകൊണ്ട് ആന്തരാവയവങ്ങളൊന്നും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴുത്തിൽ തൊടാതെ പോയി. അപ്പോൾ ചന്ദ്രൻ സാർ അങ്ങനെ ഒരു തമാശ പറഞ്ഞു, വളരെ ഫോറൻസിക് നോളജ് ഉള്ള പുലിയാണ്, അതുകൊണ്ട് ലിഗേച്ചർ നോക്കി കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളത്. ഈ തൂങ്ങി മരണത്തിൻ്റെ കാര്യം പോലെ തന്നെയാണല്ലോ ഈ വെള്ളത്തിൽ വീണിട്ടുള്ള മുങ്ങി മരണങ്ങൾ, അങ്ങനെയുള്ള വല്ല അനുഭവങ്ങൾ ഉണ്ട്. സങ്കടകരമാണ് മിക്ക അനുഭവങ്ങളും. ഒന്നുകിൽ കുഞ്ഞുങ്ങൾ, ഇത് മിക്കവാറും തടയാൻ പറ്റുന്നതാണ്. ഈ വെള്ളത്തിൽ വീണിട്ടുള്ള മരണങ്ങളെല്ലാം വളരെ കുറച്ച് ആത്മഹത്യകളുള്ളൂ. സ്വയം വെള്ളത്തിൽ ചാടി മരിക്കുന്നതും ആരെങ്കിലും തള്ളിയിട്ട് മരിക്കുന്നതും തമ്മിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടൊരു വ്യത്യാസം കാണുന്നത്? വാസ്തവത്തിൽ അങ്ങനത്തെ വ്യത്യാസമില്ല. എങ്ങനെ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ ആ വെള്ളത്തിൻ്റെ വാട്ടർ ബോഡി ജലാശയത്തിൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ളതും എങ്ങനെ വീണു പോയി എന്നുള്ളതും അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. പിന്നീട് വെള്ളത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ മാത്രം വ്യക്തമാക്കേണ്ട കാര്യമാണ്. വെള്ളത്തിൽ വീണ് മരിച്ച ഒരാൾ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ അതോ താഴ്ന്നു കിടക്കുമോ അതോ അതെങ്ങനെയാണ് അതിന് ശേഷം ഉണ്ടാകുന്നത്? ഈ ഇത്തരം മരണങ്ങളിൽ നമ്മൾ നിർബന്ധ ബുദ്ധിയോടെ വിചാരിക്കുന്ന തരത്തിലേ അല്ല സംഭവിക്കുക. വിവിധ തരത്തിലാണ് ഇത്തരം മരണത്തിൽ ബോഡിയിൽ മുഴുവൻ ആണ്ട് നിൽക്കുന്നതുണ്ട്. വിചിത്രമായ ചില കേസുകളിൽ വ്യക്തി പ്രതിമ പോലെ ഒരു കുളത്തിൻ്റെ നടുവിൽ നിന്നിട്ടുള്ള ആളെയും നമുക്കറിയാം. അധികം ഈ കമിഴ്ന്ന് കൈകൾ രണ്ടും താഴേക്കായിട്ട് ഒരു ഗ്രേസിംഗ് ക്യാറ്റിൽ, പുല്ല് തിന്നുന്ന പശുവിൻ്റെ രീതിയിൽ കിടക്കും എന്നുള്ളതാണ് സാമാന്യേന കണ്ടെത്തുന്നതെങ്കിലും ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ജലാശയത്തിൽ വീണപ്പോൾ ഒരാൾ കമിഴ്ന്നും ഒരാൾ മലർന്നും ഒന്നിച്ച് കിടന്ന അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർ ചെറുപ്പക്കാരും മറ്റും ജലാശയത്തിൻ്റെ ഏറ്റവും കീഴ്ത്തട്ടിലേക്ക് പോകുമ്പം പ്രായമേറിയവരും സ്ത്രീകളും മറ്റും വളരെ എളുപ്പം ഫ്ലോട്ട് ചെയ്യും. അവയുടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് അതിനകത്ത് കാണുന്നത്? ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് അല്ലല്ല, അത് മെജോറിറ്റി മിക്ക കേസുകളിലും ശ്വാസകോശത്തിൽ അളവിലധികം വെള്ളം ഒന്നും കാണില്ല. കാരണം 100-150 ml വെള്ളം ശ്വാസകോശത്തിൽ പ്രവേശിച്ച് തന്നെ മരണകാരണമാകുന്ന തരത്തിലുള്ള കേസുകളുമുണ്ട്. അത് വളരെ കോംപ്ലക്സ് ആണ്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ അതിൻ്റെ വ്യക്തതയുണ്ട്. ഒരു ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ വേറൊരു ഫോറൻസിക് പത്തോളജിസ്റ്റിന് അത് മനസ്സിലാവും. കാരണം ആ കോംപ്ലക്സ് നേച്ചർ. എംഫിസീമ അക്വസം, ഫോർ എക്സാമ്പിൾ എംഫിസീമ അക്വസം എന്ന് പറഞ്ഞൊരു പിക്ചറുണ്ട്. അത് നിരവധി തവണ ആക്റ്റീവായിട്ട് വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്ത് വെള്ളവും എയറും ഒന്നിച്ച് ശ്വാസകോശത്തിൽ പ്രവേശിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടുള്ളതാണ് എംഫിസീമ അക്വസം. ശ്വാസകോശങ്ങൾ കാറ്റുകൊണ്ട് വീർത്തതായിട്ടാണ് കാണപ്പെടുക. ജലം കാണില്ല, എയർ കൂടുതൽ പോലെ വീർത്ത പോലെ അല്ലേ. കുട്ടികളും മറ്റും വെള്ളത്തിൽ പോയാൽ ഈ ഫൈൻഡിങ് ആണ് ഉണ്ടാവുക. അതേസമയം പ്രായമായവരും മറ്റും അഥവാ മദ്യപിച്ചവർ, തലയ്ക്ക് ക്ഷതമേറ്റവരൊക്കെ നേരെ വെള്ളത്തിനടിയിലേക്ക് പോകും. ഡോക്ടർ ഷേർലി വാസു എന്നുള്ളത് ഭൂരിഭാഗം ആളുകൾക്ക് പറയുന്നത് സൗമ്യയുടെ വധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അത്തരം വിഷയങ്ങളിൽ മേഡത്തിന് കാണാൻ കഴിഞ്ഞിട്ടുള്ള ചില കാഴ്ചകളെക്കുറിച്ച്, ചില അനുഭവങ്ങളെക്കുറിച്ച് കൂടി പറയാം. സൗമ്യ ഈ തരത്തിൽ അക്രമിയുടെ കയ്യിൽ ദുരന്ത മരണം അടയുന്ന നിരവധി പേരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. സൗമ്യയുടെ കേസ് മീഡിയ മുന്നോട്ട് കൊണ്ടുവന്നതിൽ കൂടെ അതിന് അത്തരം കേസുകൾ നമുക്ക് വാസ്തവത്തിൽ അതിന് തടയിടാനും അതിൻ്റെ നടപടികൾ കൃത്യതയോടെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത സമൂഹത്തിന് നല്ലോണം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഒരു കേസാണ് സൗമ്യ കേസ്. പക്ഷെ പിന്നീട് നിർഭയ കേസ് വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യ ലെവലിൽ, രാജ്യാന്തര ലെവലിൽ തന്നെ നമുക്ക് ഇത്തരം കേസിൽ നമ്മുടെ നിലപാട് വ്യക്തമാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. സൗമ്യ നിർഭയയ്ക്ക് മുന്നാലെ അതേപോലെ തന്നെ ആക്രമണത്തിന് ഇടപെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പരിക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി നടപടികളിൽ സൗമ്യയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കോടതിക്ക് തീരുമാനം എടുക്കുന്നതിന് ഒരു സയൻറ്റിഫിക് ഹെൽപ്പായിട്ട്. കാരണം ആ കേസിൽ നമ്മൾ 123
ഫോട്ടോഗ്രാഫ്സ് സീരിയൽ ആയിട്ടുള്ളതാണ്. കൃത്യമായി സമയനിഷ്ഠയോടെ ഒരു ക്യാമറയിൽ 120 മിനിറ്റിൽ എടുത്തിട്ടുള്ള 123 ഫോട്ടോഗ്രാഫ് വിത്തൗട്ട് എഡിറ്റിംഗ് ആ കേസിൻ്റെ അവലോകനത്തിന് ഉപയോഗപ്പെടുത്തി. അത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇത്തരം നിരവധി കേസുകളിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതോടൊപ്പം തന്നെ എഴുതിയെടുക്കുന്ന റിപ്പോർട്ടുകൾക്ക് കൂടാതെ ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങളുമുണ്ട്. ഇത്തരം ഡിജിറ്റൽ ഇമേജ് ഇതും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിഗമനങ്ങളിലെത്താനും കോടതിക്ക് ഇതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താനും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ മോർച്ചറികളിൽ ഇത്തരം സംവിധാനങ്ങൾ മിക്ക മോർച്ചറികളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീപ്പൊള്ളലുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളെന്ന് പറയാം. മണ്ണെണ്ണയോ പെട്രോളോ ഉപയോഗിച്ച് കത്തിക്കുന്നതും വസ്ത്രത്തിന് തീ പിടിച്ചപ്പോഴും ഉള്ള അവസ്ഥകൾ വ്യത്യാസമാണ്. പൂക്കിപ്പറമ്പ് ബസ് അപകടത്തിൽ ഏകദേശം 45ഓളം വ്യക്തികൾ അന്നൊരു മീഡിയ റിപ്പോർട്ടിൽ വന്നത് ഞാൻ ഓർക്കുന്നു. എല്ലാവരും ഓടാത്തത് എല്ലാവരും ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ ഇരുന്നു. ഫ്യൂജിലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. മരിച്ചു കഴിഞ്ഞാൽ ശരീരം മസിലിന് ചൂടേറ്റ് കഴിയുമ്പോൾ, മസിൽ കൺട്രാക്ട് ചെയ്യുമ്പം അതായത് ബോക്സറുടെ പൊസിഷനിൽ മൃതദേഹം കാണപ്പെട്ടത് കൊണ്ടാണ് എല്ലാവരും ഇരുന്നിടത്തിരുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വന്നത്. അത്ര പെട്ടെന്ന് കത്തിപ്പോയത് കൊണ്ടാണോ, അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് കത്തിയെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ദേവർ ട്രാപ്ഡ് ഇൻ ദ ബസ്സിൽ നിന്ന് അവർക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. തീർച്ചയായും ഒരു വലിയ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച കൊണ്ട് കത്തുന്നത് കൊണ്ട് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതായത് വിമാന അപകടങ്ങളിൽ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തീ പിടിക്കുമ്പോൾ ഒക്കെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം കൊണ്ട് ഇൻസ്റ്റൻറ്റ് ഡെത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലുമില്ല. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പോലും. തീർച്ചയായും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ അത് വല്ലാതെ പതിഞ്ഞു പോയതാണ്. കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു യുവതി ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കുടം വെള്ളവും കൊണ്ട് ഈ 40 അടി ഉള്ള തീ കെടുത്താൻ വേണ്ടി ചെന്നു എന്ന് പറയുന്നത്. അത്തരം മനുഷ്യരുടെ മനസ്സാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാരുണ്യ പ്രവൃത്തികൾ. തീർച്ചയായും സ്പോണ്ടേനിറ്റി, സ്വാഭാവികമായും തന്നെ നമ്മുടെ വ്യക്തികൾ അങ്ങനെ പ്രതികരിക്കുന്നതിനോട് ഞങ്ങൾ കാണുന്നില്ല, പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. സുഖമരണം എന്ന് പറയുന്ന ഒരു ബാൻഗൻ ഗോട്ട് എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു വിഷയമുണ്ടല്ലോ, അതുകൂടെ ഒന്ന് പറയാമോ? തീർച്ചയായും. ബാൻഗൻ ഗട്ട് എന്ന് പറഞ്ഞ സുഷുപ്തി മരണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ നിദ്ര മരണം. അത് എല്ലാവരും മോഹിക്കുന്ന ഒരു മരണമാണ്. നമ്മളിൽ എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല. അത് തീർച്ചയായിട്ടും അതിൻ്റെ അന്തർലീനമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹാർട്ടിൻ്റെ താളം, നമ്മുടെ ജീവൻ്റെ തുടിപ്പിനൊരു താളമുണ്ട്. ആ താളം നഷ്ടപ്പെടുന്ന അവസ്ഥകളാണ്. ചിലപ്പോഴൊക്കെ ഇത് ജനിതകമായിട്ട് കൈമാറപ്പെടുന്നതാണ്. അതിലേറ്റവും മെമ്മറബിൾ എന്ന് പറയാവുന്നത് നമ്മുടെ കഥാകൃത്തും ഫിലിം സംവിധായകനുമായ പത്മരാജൻ്റെ മരണം. ഞാനത് എടുത്ത് പറഞ്ഞത് ഒരു വായനക്കാർക്ക് എളുപ്പം ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പത്മനാഭൻ സാറ് പ്രത്യേകിച്ച് ഒരു മുഖഭാവ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തീർച്ചയായും തീർച്ചയായും അത് അതേപടി നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ശേഷമായിരുന്നു. ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല. കാരണം മുടിയോ വസ്ത്രങ്ങളോ ഒന്നും അലങ്കോലപ്പെടാതെ കൈ കെട്ടി വെച്ച് അത് തീർച്ചയായും നമുക്ക് മനസ്സിൽ അതേപടി പതിഞ്ഞു. ഞാനല്ല പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പാടെ ഞാൻ മുറി വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നല്ല ഓർമ്മയുണ്ട്. തീർച്ചയായും അതെന്നും നമ്മുടെ മനസ്സിൽ നിൽക്കും. ശ്രീ KPS മേനോൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരാളെ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. കാരണം അയാൾ എങ്ങനെയാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല. നന്നായി ജീവിക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നന്നായി മരിക്കുക എന്നുള്ളത്. സ്റ്റെതസ്കോപ്പിൻ്റെ മുൻലക്കങ്ങൾ കാണുവാൻ സന്ദർശിക്കുക mediaone.tv.in.